നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് യാഷികയുടെ ഒരു 2 മോഡൽ ടവർ ക്യാമറാസ് ആണ്. 2 ടൈപ്പാണ്, 2 ടൈപ്പ് അവൈലബിൾ ആണ്. ഇത് രണ്ടും സെയിം മോഡൽസ് ആണ്. യാഷികയുടെ സെയിം മോഡൽസ് ക്യാമറയാണ്, ടവർ ക്യാമറാസ് ആണ്. ഫസ്റ്റ് ഇതാണ് ഇതിൻ്റെ പാക്കിംഗ് വരുന്നത്. ഇങ്ങനെയാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം പാക്കിംഗ് ആണ് ഇത്. ഏകദേശം ഒരു 1 kg വെയിറ്റ് ഉണ്ടാവും. ഫസ്റ്റ് ഇതിൻ്റെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, ബട്ടൺ ഓപ്പൺ ചെയ്യാം. നമ്മൾ നോർമലി ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലൊരു ക്യാമറ ലെൻസ് കവർ ഉണ്ടാവും. ലെൻസ് കവർ ഓപ്പൺ ചെയ്യുക, ദെൻ ഇത് ഹാങ് ചെയ്യുക, നമ്മുടെ നെക്കിൽ ഹാങ് ചെയ്യുക. അതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 1958 മോഡൽ ട്വിൻ ലെൻസ് റിഫ്ലെക്സ് ക്യാമറയാണ്. എന്ന് പറയുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഒരു ലെതർ കവറാണ് ഇതിനുള്ളത്. ഇതിവിടെ ഇതാണ് ക്യാമറയുടെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇതൊരു ടിൻ ലെൻസ് റിഫ്ലെക്സ് ഉള്ള ഒരു ലെൻസാണ്. ഒന്നിലൂടെ നമ്മൾ കാണും. നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ വ്യൂ ഫൈൻഡർ വരുന്നത്. വ്യൂ ഫൈൻഡറിലൂടെ നമുക്ക് കാണാൻ പറ്റും. കാണുന്നത് നമ്മൾ ഈ ലെൻസിലൂടെ ആയിരിക്കും. ക്യാപ്ചർ ചെയ്യുന്നത് ഈ ലെൻസിലായിരിക്കും. ഇത് അപ്പറേച്ചറും ഇതിൻ്റെ ഫോക്കസും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ്സ് ആണിത്. അതുപോലെ തന്നെ ഇതിൽ ഫിലിം ലോഡ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇതൊരു 6x6 ഫിലിമാണ് നമ്മളിതിൽ ലോഡ് ചെയ്യുന്നത്. ലോഡ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഫിലിം നമ്മളിതിലേക്ക് കറക്റ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ ഇത് ഓപ്പൺ ആവുന്നുണ്ട്. ഓപ്പണായി ഇത് ക്ലോസ് ആവും. അപ്പോഴത്തേക്ക് അതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഇതിനെ അബ്സോർവ് ചെയ്തിട്ട് ഇത് ഇമേജ് ആ ഫിലിമിലേക്ക് എടുക്കുന്നതാണ്. അതിനുശേഷം ഇത് നമ്മൾ നോർമലി പണ്ടൊക്കെ ഫിലിം വാഷ് ചെയ്യുന്ന പോലെ തന്നെ വാഷ് ചെയ്ത് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു മോഡലാണ്. ഇതൊരു 1970s നോർമലി ഇതെല്ലാം മാർക്കറ്റിൽ നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു 65 years ഓൾഡ് ആയിരിക്കും ഉണ്ടാവുക. അതിനത്രയും പഴക്കമാണ് ഉണ്ടാവുക. ഇതിന് ശേഷം ഒരു മോഡൽ ഇറങ്ങിയതാണ് യാഷികയുടെ തന്നെ ഒരു 124 മാറ്റ് 124G എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിന് കുറച്ചുകൂടെ നമ്മളുടെ ഈ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ലെൻസ് കൂടെ ഇതിന് വരുന്നുണ്ട്. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് മോഡലാണ്. ഇത് സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലോഡിങ്ങും ബാക്കിയെല്ലാം സെയിം ആണ്. നമ്മൾ വൈൻഡ് ചെയ്യുന്നത് മാത്രം ഒരു റൊട്ടേഷൻ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫിലിം വൈൻഡ് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഈ സെയിം യാഷികയുടെ സെയിം ബി മോഡൽ ഒരെണ്ണം കൂടെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനൊരു ഡിഫറെൻറ്റ് കേസാണ്. എനിക്ക് തോന്നുന്നത് പല രീതിയിലുള്ള കേസസ് ഉണ്ട്. അന്നത്തെ ഒരു മാർക്കറ്റിനനുസരിച്ച് ഡിസൈനൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ. ജസ്റ്റ് ഇതിൻ്റെ ലോഗോയും നെയിമും മാത്രമേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ടുള്ള. പിന്നെ കളറ്, ലെതറിൻ്റെ കളറിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതൊരു ഗ്രേ കളറാണ്. സെയിം ഗ്രേ കളറാണ് ഇത് രണ്ടും സെയിം ക്യാമറാസാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇതിനൊരു നോർമലി നമ്മൾ ടവർ ക്യാമറ എന്നൊക്കെ പറയാറുണ്ട്. ഇതൊരു എൻ്റെ കളക്ഷനിലുള്ള ഒരു ഏറ്റവും പഴക്കം ചെന്ന ഒരു 2-3 ക്യാമറാസാണ് ഇത്. പിന്നെ ഇതുമാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് പഴയ സ്റ്റാൻഡ് തന്നെയാണ്. ഇത് ബ്രാസിൽ വരുന്ന സ്റ്റാൻഡാണ്. ഇതിനൊരു ലെതർ കവറൊക്കെ ഉണ്ട്. ഇത് 3 എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള 3 ക്യാമറാസ്. ഇത് എൻ്റെ കളക്ഷനിലുള്ള ഏറ്റവും പഴക്കം ചെന്ന TLR എന്ന് പറയും, ട്വിൻ ലെൻസ് റിഫ്ലെക്സ് എന്ന് പറയും. ഒന്നിൽ ഇമേജ് നമ്മൾക്ക് ഇതിലൂടെ മുകളിലൂടെയാണ് ടോപ്പിലൂടെയാണ് കാണുന്നത്.
താഴെയാണ് ഇത് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മെമ്മറീസിനാണ്. ചിലപ്പോൾ ഞാനിത് എപ്പോഴേലും സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കളക്ഷൻസ് എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ 3 ക്യാമറ നമ്മൾക്ക് ഇത് കളക്ട് ചെയ്ത് വെക്കുന്നത് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമ്മൾ സെയിൽ ചെയ്യും. ഇത് ഞാൻ സെയിൽ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്, പക്ഷേ ഒരെണ്ണം കൂടെ കിട്ടിയതിന് ശേഷമൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ സെയിലിൻ്റെ പോസ്റ്റുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് അപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്.